സർക്കാരിന് മുന്നിൽ പുതിയ ഫീസ് ഫോർമുലയുമായി മാനേജ്മെന്റുകൾ 4 തരം ഫീസ് ഘടന മുന്നോട്ട് വെച്ചു. 20% സർക്കാരിന് ഫീസ് നിശ്ചയിക്കാം. ബാക്കി 30% സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മാനേജ്മെന്റ് അസോസിയേഷൻ. വിവരങ്ങളുമായി ഷീജ. ഈ 4 തരം ഫീസ് ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ വിവരങ്ങൾ. അരുൺ, പ്രധാനമായും സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ പല തട്ടുകളിലായി ചർച്ചകൾ നടക്കുകയാണ്. ഇതിൽ ആദ്യഘട്ട ചർച്ച സർക്കാരുമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുകൾ 3 മണിയോടുകൂടി വീണ്ടും യോഗം ചേർന്നത്. പ്രധാനമായും സർക്കാരിന് 50% സീറ്റ് വിട്ടു നൽകാൻ അവർ സന്നദ്ധരാണ്. ഇതിൽ അവർ ഇപ്പോൾ പുതുതായി മുന്നോട്ട് വെച്ചേക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് സർക്കാരിന് വിട്ടുകൊടുക്കുന്ന 50% സീറ്റിൽ 20% സർക്കാരിന് തന്നെ ഫീസ് നിശ്ചയിക്കാം. ബാക്കിയുള്ള 30% ആണ് ഇന്നിപ്പോൾ പ്രധാനമായും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് തങ്ങൾ. ഇതിൽ സർക്കാരുമായി ചർച്ച ചെയ്ത് ഒരു ഫോർമുലയിലേക്ക് എത്താം എന്നൊരു നിലപാടിലാണ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ഉള്ളത്. അതേസമയം മാനേജ്മെന്റ് സീറ്റിൽ 50% വരുന്ന മാനേജ്മെന്റ് സീറ്റിൽ NRI സീറ്റിൽ 15 മുതൽ 20 ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങാനും മറ്റ് 35% വരുന്ന മാനേജ്മെന്റ് സീറ്റിൽ 10 മുതൽ 12 ലക്ഷം രൂപ വരെ ഫീസ് ഈടാക്കാനുമാണ് നിലവിലിപ്പോൾ മാനേജ്മെന്റുകൾ തീരുമാനിച്ച് മാനേജ്മെന്റുകളുടേതായ ഒരു ഫോർമുല സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ഫോർമുലയിൽ മേലാകും ഇനിയിപ്പോൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രിയുമായും ഇവർ കൂടിക്കാഴ്ച ആരംഭിക്കുന്നതായിരിക്കും. ഈ കൂടിക്കാഴ്ചയിൽ ഈ ഫോർമുല അംഗീകരിക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായും മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഇത് അംഗീകരിച്ചാൽ സുഗമമായ തരത്തിൽ പ്രവേശനവും ഫീസ് ഘടനയുമായി മുന്നോട്ട് പോകാമെന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ ഏത് രീതിയിൽ ഇതിനെ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. അതായത് ഏകീകൃത ഫീസ് എന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായം ഉയർന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇവർ യോഗം ചേർന്ന് ഇത്തരത്തിലൊരു ധാരണയിലെത്തുകയും അത് ഈ കൂടിക്കാഴ്ചയിൽ ആരോഗ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യുക എന്നതാണോ നിലവിലെ ധാരണ? അത് ഒരുപക്ഷെ സർക്കാർ അംഗീകരിക്കുമോ എന്ന വലിയ ഉണ്ടോ? അരുൺ, ഇന്ന് രാവിലെ അവർ യോഗം ചേർന്നപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഏകീകൃത ഫീസ് എന്നൊരാവശ്യം തന്നെയായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഇത്തരത്തിൽ ഒരു ഏകീകൃത ഫീസ് എന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഏകീകൃത ഫീസ് എന്നതിൽ നിന്ന് ഒരു പടി താഴ്ന്ന് 4 ഫീസ് ഘടന എന്നൊരു രീതിയിലേക്ക് എത്തിയത്. അതായത് മാനേജ്മെന്റ് സീറ്റിൽ പൂർണ്ണമായും മാനേജ്മെന്റുകളുടെ ഇഷ്ടപ്രകാരമുള്ള മാനേജ്മെന്റ് 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയും, അതോടൊപ്പം തന്നെ NRI സീറ്റിലാവുകയാണെങ്കിൽ 15 മുതൽ 20 ലക്ഷം രൂപ വീതം ഫീസ് ഈടാക്കാൻ അനുവദിക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന് വിട്ടുകൊടുക്കുന്ന 50%-ൽ 20% മാത്രം സർക്കാരിൻ്റെതായ ഫീസ് നിശ്ചയിക്കാം. പക്ഷേ ശേഷിക്കുന്ന 30%-ൽ അതിൽ ചർച്ച ചെയ്ത് ഒരു ഫോർമുലയിലേക്ക് എത്തണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ തവണത്തെ പ്രവേശനം വരെ നടത്തി പോന്നിരുന്ന കുട്ടികൾക്ക്, BPL കുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ മെറിറ്റ് സീറ്റിൽ പഠിക്കുന്ന ബാക്കി വരുന്ന കുട്ടികൾക്ക്, ഇവർക്ക് എല്ലാവർക്കും നിലവിൽ നൽകിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും തുടരണം. അത് ഒരു രീതിയിലും റദ്ദാക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു സർക്കാർ മാനേജ്മെന്റുകളെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലാകും ഇനി പ്രധാനമായും 5:30 ആരംഭിക്കാൻ പോകുന്ന ഈ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യും. 50% മെറിറ്റ് സീറ്റുകളിൽ മുൻ വർഷത്തെ ഫീസ് ഘടന എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണല്ലോ സർക്കാർ. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നേരത്തെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പുതിയ ഫോർമുല എത്രത്തോളം അംഗീകരിക്കപ്പെടുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? അതിനുള്ള സാധ്യതകൾ നിലവിൽ ലഭിക്കുന്നുണ്ടോ? മാനേജ്മെന്റുകൾ പ്രതീക്ഷയിലുമാണ് മറുഭാഗത്ത്. തീർച്ചയായും അരുൺ, മാനേജ്മെന്റുകൾ വലിയ തോതിൽ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും സർക്കാർ എടുത്തു പറഞ്ഞത് സർക്കാർ മാനേജ്മെന്റുകളുമായി ഒരു ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്, മറിച്ച് ഒരു സമവായ ഫോർമുലയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ചും അലോട്ട്മെന്റുകൾ തുടങ്ങി കുട്ടികൾക്ക് പ്രവേശനം പൂർത്തിയാക്കേണ്ട സമയം അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഇത് സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളതിന് തന്നെയാണ് സർക്കാർ പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഏകീകൃത ഫീസ് എന്നൊരു നിലപാടിൽ നിന്നും അയഞ്ഞുകൊണ്ട് 20% സർക്കാരിന് തീരുമാനിക്കാമെന്നും 30% ചർച്ചയാകാം എന്നൊരു നിലപാടിലേക്കും മാനേജ്മെന്റുകളും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു 30% സീറ്റിൽ അത് ചർച്ച ചെയ്ത് പഴയ രീതിയിലുള്ള ഒരു ഫീസ് ഘടന അല്ലെങ്കിൽ അതിന് അടുപ്പിച്ചുള്ള ഒരു ഫീസ് ഘടനയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ചർച്ചയോടെ എല്ലാം ശുഭകരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകീകൃത ഫീസിൽ സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതോടെ മെറിറ്റ് സീറ്റിൽ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ കവരാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഏകീകൃത ഫീസിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ നയം വ്യക്തമാക്കിയതാണ്. പുതിയ സാഹചര്യത്തിൽ
ഏകീകൃത ഫീസ് ആകാമോ എന്നൊരു പരിശോധന മാത്രമേ സർക്കാർ നേരത്തെ നടത്തിയിരുന്നുള്ളൂ ഡെൻ്റൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. എന്നാൽ അത് വലിയ വാർത്തയാവുകയും മാത്രമല്ല നിലവിലിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന ഒരു പ്രതീതി സമൂഹത്തിനകത്ത് ഉണ്ടാകുകയും ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടാകരുതെന്ന് കരുതി സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സർക്കാർ മെറിറ്റ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരു കാര്യത്തിൽ അവർ തർക്കം പ്രകടിപ്പിക്കുന്നില്ല. 50% സർക്കാർ മെറിറ്റ് സീറ്റ് എന്ന നിലയിൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഫീസ് വർധനവിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. ഏകീകൃത ഫീസ് എന്ന് പറയുന്ന അഭിപ്രായവും അവർ പറയുന്നുണ്ട്. അത് മാത്രമേ അവർക്ക് കരണീയമായിട്ടുള്ളൂ എന്ന രീതിയിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ ഏകീകൃത ഫീസ് എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ആനുകൂല്യം അനുഭവിച്ചിരുന്ന വിഭാഗത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നു എന്ന ചർച്ചയുണ്ടായപ്പോൾ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് 50% മെറിറ്റ് സീറ്റാണ്. അനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങൾ ആയുധപുരകളാക്കി മാറ്റുന്നുവെന്ന പരാതിയും വിശ്വാസികളുടെ പരാതിയുണ്ടെന്നും മന്ത്രി. അതേസമയം RSS പരിശീലനം സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ അക്കാര്യം അവർ തന്നെ പരിഹരിച്ചുകൊള്ളുമെന്ന് BJP നേതാവ് MT രമേശ് പ്രതികരിച്ചു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിവരുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികളാണ് ദിവസേന ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ മാറ്റേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിശ്വാസികളെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി ക്ഷേത്രങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാനാണ് RSS ശാഖയും ആയുധപരിശീലനവും നടത്തുക വഴി ശ്രമിക്കുന്നത്. നാടിൻ്റെ മതേതര സ്വഭാവവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റാൻ അനുവദിക്കില്ല. വിശ്വാസികളുടെ പരാതികളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമ്പല പരിസരത്ത് വരാൻ തന്നെ അവർ ഭയപ്പെടുകയാണ് ഇത്തരം ആയുധ പരിശീലനം നടക്കുന്ന അമ്പലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് അംഗീകരിച്ച ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇത്തരം കൊള്ളരുതായ്മകളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതേസമയം RSS ശാഖകൾ നടത്തുന്നത് നിയമപരമായാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ശാഖകൾ നടത്തുന്നത് സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ RSS തന്നെ പരിഹരിച്ചോളുമെന്നും MT രമേശ് കോഴിക്കോട്ട് പറഞ്ഞു. RSSന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നത് നിയമവിധേയമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. അങ്ങനെ ശാഖകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റികൾക്ക് പരാതിയുണ്ടെങ്കിൽ ആ പരാതി അവർ പരിഹരിച്ചുകൊള്ളും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോഴിക്കോട്. പീപ്പിൾ ഇംപാക്ട് സ്ഥാനക്കയറ്റത്തിനായി വ്യാജരേഖ ചമച്ച ദില്ലി കേരള ഹൗസിലെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. വസുമോഹൻ പിള്ള, R ബിജുകുമാർ, C ശശിധരൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാനും വിജിലൻസ് അന്വേഷണത്തിനും പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച വാർത്ത പീപ്പിൾ TVയാണ് പുറത്തു കൊണ്ടുവന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളായ 3 ജീവനക്കാർ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് വ്യാജ വിദ്യാഭ്യാസ രേഖകൾ സമർപ്പിച്ച് സ്ഥാനക്കയറ്റം നേടിയത്. ഇവർ നൽകിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് വിഭാഗം കണ്ടെത്തിയിരുന്നു. രേഖകളുടെ പകർപ്പുകൾ സഹിതം പീപ്പിൾ TVയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സംഭവം വിവാദമായതോടെ അന്നത്തെ UDF സർക്കാർ സ്ഥാനക്കയറ്റം റദ്ദു ചെയ്യുകയും അച്ചടക്ക നടപടി ശാസനയിൽ ഒതുക്കുകയും ചെയ്തു. വ്യാജരേഖ ചമക്കൽ ക്രിമിനൽ കുറ്റമാണെന്നും കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഓം മംഗലശ്ശേരി എന്നയാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്നാണ് കേസ് സംസ്ഥാന സർക്കാർ വീണ്ടും പരിശോധിച്ചത്. ഈ വിഷയത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളും നടപടിക്രമങ്ങളിൽ പാളിച്ചയും വന്നിട്ടുണ്ടെന്ന് സർക്കാർ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി 3 പേരെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിട്ടത്. വ്യാജരേഖ ചമച്ചവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാനും വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കടകംപള്ളി കേസിൽ നുണപരിശോധനയ്ക്ക് സമ്മതമല്ലെന്ന ആരോപണ വിധേയരിൽ പ്രധാനിയായ AM അഷ്റഫ്, മുൻ വില്ലേജ് ഓഫീസർമാർ അടക്കമുള്ള 4 പേർ നുണപരിശോധനയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. കടകംപള്ളി കേസിൽ റവന്യൂ അധികാരികളടക്കമുള്ള 5 പേർക്ക് നുണപരിശോധന വേണമെന്നതായിരുന്നു CBI കോടതിയിലെടുത്ത നിലപാട്. കോടതിയിൽ സമർപ്പിച്ച ഈ ആവശ്യത്തെ ആരോപണ വിധേയരായ 4 പേർ പിന്തുണച്ചപ്പോൾ ഒരാൾ എതിർത്തു. ഭൂമി തട്ടിപ്പ് കേസിൽ പ്രധാന ആരോപണ വിധേയനായ AM അഷ്റഫാണ് നുണപരിശോധനയ്ക്ക് സമ്മതമല്ലെന്നറിയിച്ചത്. എന്നാൽ ആധാരമെഴുത്ത് അസോസിയേഷൻ നേതാവ് RK ജയൻ, മുൻ വില്ലേജ് ഓഫീസർ മോഹനൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ലാലിമോൾ, വില്ലേജ് അസിസ്റ്റന്റ് V സുജൻ എന്നിവർ നുണപരിശോധനയ്ക്ക് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. 1976 മരണപ്പെട്ട അബ്ദുൾ റഹ്മാൻ കുഞ്ഞിൻ്റെ പേരിൽ 3587 നമ്പർ തണ്ടപ്പേരിൽ വ്യാജരേഖ ചമച്ചു എന്ന ആരോപണം നേരിടുന്ന ആളാണ് AM അഷ്റഫ്.
ആരോപണ വിധേയരായ മുൻ റവന്യൂ അധികാരികൾ നുണപരിശോധനയ്ക്ക് സമ്മതമറിയിച്ചത് ഏറെ സുപ്രധാനമാണ്. കേസിൽ ആരോപണ വിധേയനായ AM അഷ്റഫ് വിസമ്മതമറിയിച്ചുവെങ്കിലും റവന്യൂ അധികാരികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ അഷ്റഫിലേക്ക് എത്തിച്ചേരാനാവുന്ന എന്തെങ്കിലും ലഭിച്ചേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. കേസിൽ നുണപരിശോധനയ്ക്ക് സമ്മതമറിയിച്ച 4 പേരെയും കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് പുറത്തെ ലാബിൽ കൊണ്ടുപോകാനാണ് CBIയുടെ നീക്കം. ജീവൻകുമാർ, തിരുവനന്തപുരം. തീവണ്ടി പാളം തെറ്റിയതിനെ തുടർന്ന് തകരാറിലായ അങ്കമാലി കറുകുറ്റി വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 2 ട്രാക്കുകളും സർവീസിന് തയ്യാറായി. നാളത്തോടെ സർവീസുകൾ പൂർണ്ണ രീതിയിലാകും. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് തീവണ്ടിയുടെ 12 ബോഗികൾ ഞായറാഴ്ച പുലർച്ചെയോടെ അങ്കമാലി കറുകുറ്റിയിൽ പാളം തെറ്റിയതായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. പാളം ഞെരിഞ്ഞമർന്ന് പൊട്ടിയതായിരുന്നു അപകട കാരണം. പാളത്തിൽ നിന്ന് തെന്നിമാറിയ ബോഗികൾ എതിർപ്പാളത്തിലേക്ക് ചെരിഞ്ഞെങ്കിലും വണ്ടി മറിയാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. താറുമാറായ ഗതാഗതം രാവിലെ 7:15ഓടെയാണ് പുനഃസ്ഥാപിച്ചത്. 2 പാളങ്ങളിലുമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ആദ്യം ഡീസൽ എഞ്ചിനും തുടർന്ന് വൈദ്യുതി എഞ്ചിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു. 2 പാളങ്ങളും സർവീസ് നടത്താൻ സജ്ജമാണെന്ന് ഉറപ്പായതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം ഏതാനും സർവീസുകൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എറണാകുളം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, ഗുരുവായൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്, പാലക്കാട് എറണാകുളം മെമു, എറണാകുളം നിലമ്പൂർ, ഷൊർണൂർ എറണാകുളം, ഗുരുവായൂർ പുനലൂർ എന്നിവയാണ് റദ്ദാക്കിയത്. സർവീസുകൾ നാളെയോടെ മാത്രമേ സാധാരണ നിലയിലാവുകയുള്ളൂ എന്ന് റെയിൽവേ അറിയിച്ചു. കറുകുറ്റി സ്റ്റേഷൻ മാസ്റ്റർ ബാബു വർഗീസ് സമയോചിതമായി ഇടപെട്ട് പാളം തെറ്റിയ തീവണ്ടിക്കെതിരെ വന്ന ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിന് കടന്നുപോകാൻ സിഗ്നൽ കൊടുക്കാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കറുകുറ്റിയിൽ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തതായി വന്ന വാർത്തകളെ നിഷേധിച്ച് ഏരിയ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്തോ എന്നോ പാളത്തിൽ വിള്ളലുണ്ടായിരുന്നോ എന്നൊന്നും തനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ തന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലെന്നും രാജേഷ് ചന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി GM PK മിശ്ര അപകടസ്ഥലം സന്ദർശിച്ച ശേഷം അപകട കാരണം സംബന്ധിച്ച് പറഞ്ഞ സാധ്യതകൾ ഇപ്രകാരമായിരുന്നു. 1. പാളത്തിൽ വിള്ളലുണ്ടായതാകാം. അതല്ലെങ്കിൽ ബോഗികൾക്കുണ്ടായ എന്തെങ്കിലും പിഴവുകൊണ്ടാകാം തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിന് പാളം തെറ്റിയത്. അപകട കാരണം സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുമ്പോൾ അപകട കാരണം പാളത്തിലുണ്ടായ വിള്ളലാണെന്നും ഉദ്യോഗസ്ഥരുടെ പിഴവാണ് ഇതിന് കാരണമെന്നും കുറ്റക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്ന തരത്തിൽ തന്റേതായി പുറത്തുവന്ന വാർത്തകളെ ഏരിയ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ നിഷേധിച്ചു. എനിക്കതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. എനിക്കതൊരു പവറും ഇല്ല. ഞാൻ ഈ എഞ്ചിനീയറിംഗ് നോക്കുന്നതേ ഇല്ല. ഞാൻ ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. എൻക്വയറി നാളെ ഉണ്ട്, ടോപ്പ് ലെവൽ എൻക്വയറി ഉണ്ട് നാളെ. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സസ്പെൻഷൻ്റെ കാര്യം അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു പിടുത്തമില്ല. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല ആക്ച്വലി. അതിനെനിക്ക് യാതൊരു അതോറിറ്റിയും ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല. അറിയാവുന്ന കാര്യമില്ല എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എനിക്കറിയില്ല. താനൊരു ഓപ്പറേറ്റിംഗ് ഓഫീസർ മാത്രമാണ്. അപകട കാരണം സംബന്ധിച്ചും സസ്പെൻഷൻ സംബന്ധിച്ചുമൊക്കെ പറയേണ്ടത് താനല്ല. തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളും സുരക്ഷാ വിഭാഗവും ചേർന്നാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അന്വേഷണത്തിനായി ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ 4 പേരടങ്ങിയ ഉന്നത സംഘം നാളെ കൊച്ചിയിൽ യോഗം ചേരും. പാളത്തിലെ വിള്ളലാണോ അപകട കാരണമെന്ന് സ്ഥിരീകരിക്കുക ഈ അന്വേഷണ സംഘമാകും. ട്രാക്കിന്റെ ഫിറ്റ്നസ്, കോച്ചുകളുടെ ഫിറ്റ്നസ്, ലോക്കോ പൈലറ്റ് സ്പീഡ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അപകട ഭീഷണി ഉയർത്തി റെയിൽവേയുടെ ഇന്ധന വിതരണം. ഇന്ധന നീക്കത്തിന് ഉപയോഗിക്കുന്നതിൽ ഏറെയും കാലപ്പഴക്കം ചെന്ന വാഗണുകളാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്ധന നീക്കം നടക്കുന്നത്. കാലപ്പഴക്കം ചെന്ന വാഗണിൽ നിന്ന് പെട്രോൾ ഒലിച്ചിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാഗണുകൾ വഴിയുള്ള വിതരണം വളരെ ലാഘവത്തോടെയാണ് റെയിൽവേ കൈകാര്യം ചെയ്യുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഗണുകളിലേറെയും കാലപ്പഴക്കം ചെന്നവയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി പാതയിലൂടെ കടന്നുപോയ ഇന്ധന വാഗണിൽ നിന്ന് പെട്രോൾ ഒലിച്ചിറങ്ങുന്ന ഈ ദൃശ്യങ്ങൾ വാഗണുകളുടെ കാലപ്പഴക്കത്തെ ശരിവെക്കുന്നതാണ്. പാസഞ്ചർ ട്രെയിനുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെയുള്ള സംവിധാനം ചരക്ക് നീക്ക മേഖലയിലില്ല. വ്യക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഇന്ധന നീക്കത്തിനിടയിൽ പാളത്തിൽ നിന്നുള്ള ഒരു തീപ്പൊരി മതി എല്ലാം എരിഞ്ഞടങ്ങാൻ. പൊതുഗതാഗത സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡിജോ കാപ്പൻ പഴയ ബോഗികൾക്കകത്ത് പെട്രോളും ഡീസലും കൊണ്ടുപോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം. അപ്പോൾ അതിൽ നിന്ന് തുള്ളിയായി പെട്രോൾ വീണുകൊണ്ടിരിക്കുക. ഇതിനൊന്ന് തീ പിടിച്ചാൽ ഉണ്ടാകാവുന്നത് നമ്മുടെ ഹിരോഷിമയിലൊക്കെ ഉണ്ടായതിലും വലിയ സ്ഫോടനം ഉണ്ടാകും. മാത്രമല്ല ഇങ്ങനത്തെ വാതകം കത്തുമ്പോൾ അത് സൈഡുകളിലേക്കും കൂടെ തീ പടർന്നു പോകുമെന്ന് പറഞ്ഞത്. ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ കഴിയില്ല. റെയിൽവേ വരുമാനത്തിന്റെ പ്രധാന ഉറവിടം ഇന്ധന വിതരണമടക്കമുള്ള ചരക്ക് നീക്കത്തിലൂടെയാണ് ലഭിക്കുന്നത്. എന്നിട്ടും ബോഗികളുടെയും വാഗണുകളുടെയും കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് റെയിൽവേ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ വാഗണുകളുടെ കാലപ്പഴക്കം പരിശോധിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ലാഘവത്തോടെയാണ് റെയിൽവേ ഇത്തരത്തിൽ ഇന്ധന നീക്കം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മറ്റൊരു വാഗൺ ട്രാജഡിയായിരിക്കും ഉണ്ടാകുക. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.
ജമ്മുകശ്മീരിൽ സർവകക്ഷി സംഘം ഞായറാഴ്ച സന്ദർശനം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് സന്ദർശനം. അതേസമയം കശ്മീരിലെ സംഘർഷം 51 ദിവസം പിന്നിട്ടു. ജൂലൈ 8-ന് ബുർഹാൻ വാനി എന്ന തീവ്രവാദിയെ സൈന്യം വധിച്ചതിനു ശേഷം ആരംഭിച്ച സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല. സംഘർഷം വ്യാപകമായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കർഫ്യൂ ആകട്ടെ 51 ദിവസം പിന്നിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച സർവകക്ഷി സംഘം കാശ്മീർ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംഘത്തെ നയിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സർവകക്ഷി സംഘ ആവശ്യം ഇടതുപക്ഷം ഉയർത്തിയിരുന്നതാണ്. പിന്നീട് കാശ്മീർ സന്ദർശനം നടത്തിയ രാജ്നാഥ് സിംഗ് മുന്നിലും ഇതേ ആവശ്യം ഉയർന്നു. 2010-ൽ കനത്ത പ്രക്ഷോഭം കാശ്മീരിലുണ്ടായപ്പോഴും അന്നത്തെ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ നിയോഗിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പാർട്ടി പ്രതിനിധികൾ നിലവിലെ സംഘത്തിലുണ്ടാകും. പക്ഷേ വിഘടനവാദികളുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മനസ്സ് തുറന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. പെരുമ്പാവൂരിൽ +2 വിദ്യാർത്ഥിനിയെ 5-അംഗ സംഘം വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പ്രണയ അഭ്യർത്ഥന നിരസിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണം. കൊടനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുടക്കുഴ ആനകല്ല് സ്വദേശികളായ ഷൈൻ സുധാ ദമ്പതികളുടെ മകളാണ് ആക്രമണത്തിന് ഇരയായത്. അയൽവാസിയായ യുവാവ് എൽസണിന്റെ പ്രണയാഭ്യർത്ഥന ഇവരുടെ മകൾ നേരത്തെ നിരസിച്ചിരുന്നു. യുവാവിന്റെ ശല്യം അസഹനീയമായതോടെ വിദ്യാർത്ഥിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. തുടർന്ന് യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ യുവാവ് സുഹൃത്തുക്കളെ കൂട്ടിവന്ന് മകളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കൊച്ചിന് ഇതുമാതിരി പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ചെന്നിട്ട് 4 പേര് കൂടി തടഞ്ഞു നിർത്തി ഈ എൽസനെതിരെയുള്ള പരാതി പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊന്നളയുന്ന ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊച്ചു സ്കൂൾ വിട്ട് വന്നപ്പോൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ട് ഞങ്ങളോട് പിറ്റേ ദിവസം 10 മണിക്ക് അവരവിടെ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പോലും അവരുടെ വീട്ടിലൊന്നും അന്വേഷിച്ചില്ല ഇവർ. ഞാൻ എൻ്റെ ഭാര്യയും കൂടി പുറത്തു പോയ സമയത്ത് 5 പേര് വീട്ടിൽ കയറി വന്ന് എൻ്റെ കൊച്ചിൻ്റെ വായ പൊത്തിപ്പിടിച്ച് മുടിയമ്മ പിടിച്ച് ഭിത്തി തലയിലിടിച്ച് ബ്ലേഡിന് മുഴുവൻ മേല് മുഴുവൻ പറഞ്ഞു വെച്ചു പോയേക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന ഈ സമയം വരെ പോലീസിന്റെ ഭാഗത്ത് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. ഒളിവിൽ പോയ മുഴുവൻ പ്രതികളെയും സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് കോടനാട് SI അറിയിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.